വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും NIOSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പർ അവലോകന ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു വിലയിരുത്തിയിരുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇന്ന് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 21 മുതലുള്ള ക്വസ്റ്റ്യനാണ് നമ്മോട് പ്രധാനമായിട്ടും ഇന്ന് സംവദിക്കുന്നത്. അതിൽ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ശരിയോ തെറ്റോ എന്നുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിൽ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിൽ നമ്മൾ യോജിച്ചതാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അപ്പോൾ അവിടെ ചോദ്യം വന്നിരിക്കുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ. Cyclical theory describes that Satyug will start after the Kaliyug is over. അഥവാ സൈക്ലിക് തിയറി ഡിസ്ക്രൈബ് ദാറ്റ്, അത് വിവരിക്കുന്ന എന്ത്? സത്യയുഗ് വിൽ സ്റ്റാർട്ട് ആഫ്റ്റർ ദ കലിയുഗ് ഈസ് ഓവർ. കലിയുഗം കഴിഞ്ഞതിന് ശേഷമാണ് സത്യയുഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് സൈക്ലിക് തിയറിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, വിവരിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ ഒരു പ്രസ്താവന. രണ്ടാമത്തെ എന്താണ്? ഫങ്ഷണൽ തിയറി ഡിനോട്ട് ദാറ്റ്. ഫങ്ഷണൽ തിയറി എന്ത് ചെയ്യുന്നു? അത് സൂചിപ്പിക്കുന്നു എന്താണ്? ഈച്ച് ന്യൂ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഈസ് മോർ അഡ്വാൻസ്ഡ് ദാൻ ദ വൺ ബിഫോർ. എന്താണെന്ന് പറയുന്നത്? ഈ ന്യൂ സ്റ്റേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈസ് മോർ അഡ്വാൻസ്ഡ് ദാൻ ദ വൺ ബിഫോർ. മറ്റൊന്ന് സംഭവിക്കുന്നതിൻ്റെ മുന്നേക്കാൾ എന്ത് ചെയ്യുന്നു? അഡ്വാൻസ്ഡ് ആയിട്ട് ഡെവലപ്മെന്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? ട്രൂ ഓർ ഫാൾസ്. അതിൻ്റെ ഉത്തരം 21 ആണ് നമ്മൾ ചർച്ച ചെയ്ത്. അതിൻ്റെ ഉത്തരം ഏതാണ്? ഒന്നാമത്തെ ഉത്തരം ട്രൂ ആണ്, ട്രൂ. രണ്ടാമത്തേത് ഫാൾസ് ആണ് എന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ രണ്ടാമത്തേത് ഏതാണ്? ഉത്തരം തെറ്റാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനുകളാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 22ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? 22. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട ഭാഗം, എ ജോഗ്രഫിക്കൽ ഏരിയ ഹാവിംഗ് ദ ബേസിക് കണ്ടീഷൻ ഓഫ് എ കോമൺ ലൈഫ് ഈസ് നോൺ ആസ് കമ്മ്യൂണിറ്റി. അഥവാ ഒരു ജോഗ്രഫിക്കൽ ഏരിയ, ഭൂമിശാസ്ത്രപരമായ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റിയുടെ കോമൺ ആയിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ കണ്ടീഷന് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് കണ്ടീഷനാണ് എന്ത് പറയുന്നത്? ഇതൊന്നും പറയുന്നത് എന്നാണ് ചോദ്യം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രൂപ്പ്സ് ആർ ആൾസോ കോൾഡ് ബൈ സം സോഷ്യോളജിസ്റ്റ് ആസ് എ സോഷ്യൽ ബ്രിക്സ്. ഗ്രൂപ്പിനെ എന്ത് പറയുന്നു? ചില സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സമൂഹശാസ്ത്രജ്ഞന്മാർ ബ്രിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Then the third point, where members possess prejudice and superiority and inferiority complexes towards several other groups is referred to as a chance group.
ചാൻസ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആരെ? ചില മുൻവിധികളോടെ ചില മെമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു? പൊസസ് ചെയ്യുന്നു. ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ അടിസ്ഥാനത്തിൽ, അഥവാ ഉയർന്ന താഴ്ന്ന എന്നുള്ള നിലക്കുള്ള കോംപ്ലക്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് മറ്റുള്ളൊരു ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ആളുകൾ മെമ്പേഴ്സ് പൊസസ് ചെയ്യുന്നതിനെ പറയുന്ന ആ ഗ്രൂപ്പിനെ ചാൻസ് ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 ഭാഗങ്ങളാണ് ചോദ്യം വന്നിട്ടുള്ളത് 22-ൽ. അപ്പം നമ്മളവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് 22-ൻ്റെ ആൻസർ, പ്രധാനമായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഒന്നാമത്തേത് ട്രൂ ആണ്. രണ്ടാമത്തേതാണ് ട്രൂ ആണ്. മൂന്നാമത്തേത് ഫാൾസ് ആണ്. അതിന് ഉത്തരം ഏതാണ്? എത്നോസെൻട്രിസം എന്നാണ്. എത്നോസെൻട്രിസം എന്നാണ് ഇതിൻ്റെ ഉത്തരം, അഥവാ വംശീയ കേന്ദ്രോന്മുഖത എന്നതാണ് അതിന് അർത്ഥം. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രൂ ഓർ ഫാൾസിൽ നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് 23. അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് ഇനി പറയുന്നത്. എവിടെ? 23-ൽ ആൻസർ ദ ഫോളോയിങ് അസേർഷൻ ഓഫ് റീസണിങ് ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ്? ബേസ്ഡ് ഓൺ ഫോളോയിങ് ഐഡൻറ്റിറ്റി ദ കറക്റ്റ് ഓപ്ഷൻ. ഏതൊക്കെയാണ്? നമുക്ക് കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ് നമ്മളോട് തിരഞ്ഞെടുത്ത് എഴുതാൻ പറയുന്നത്. ഒന്ന്, മാസ് മീഡിയ ഹാസ് ആക്സിലറേറ്റഡ് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ബൈ സ്പ്രെഡിങ് the elements of individual cultures of the people far away and thus resulted in the form of cultural modernization എന്നാണ് പറയുന്നത്. അഥവാ എന്താണ് പറയുക? മാസ് മീഡിയ അഥവാ വാർത്താവിനിമയ സംവിധാനങ്ങൾ അതെന്ത് ചെയ്തു? ആക്സലറേറ്റഡ് ചെയ്തു. എവിടേക്ക്? ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കൾച്ചേഴ്സ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ മാസ് മീഡിയ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന. ദീസ് ട്രൂ ഓർ ഫാൾസ് എന്നാണ് നമ്മോട് ചോദിക്കുന്നത്, ഒന്നാമത്തെ. അതുപോലെ തന്നെ എന്താണ്? അതിൽ തന്നെ അതിൻ്റെ കാരണം പറയുന്നു. ഡിഫ്യൂഷൻ ഈസ് വെൻ വൺ സൊസൈറ്റി അഡാപ്റ്റ്സ് ദ കൾച്ചർ ട്രൈറ്റ്സ് ഓഫ് അനദർ ത്രൂ പ്രൊലോങ്ഡ് കോണ്ടാക്ട്. അഥവാ ഇത് ഡിഫ്യൂഷൻ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ അതില്ലാതെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നതാണ് ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയുടെ കൾച്ചറൽ ട്രൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ലക്ഷണങ്ങൾ നേടിയെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ത്രൂ ദ പ്രൊലോങ്ഡ് കോണ്ടാക്റ്റ്, മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയാണ് എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ബി, എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. Then the C, both A and R are true. And then the D, both A and R are false. 4 ഓപ്ഷനുകൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻസർ ഓർത്ത് വെക്കണം. നമ്മളിപ്പോൾ പറഞ്ഞത് 23. ഒന്നാമത്തേൻ്റെ ആൻസർ സി ആണ്. സി. രണ്ടാമത്തെ ഏതാണ്? ബി. അതുപോലെ തന്നെ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം നോക്കാം. ഒന്നാമത്തെ സി ആണ്. 23.
ഇനി നമ്മോട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാസ് മീഡിയയെക്കുറിച്ച്. ഇനി അവിടെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഐഡൻറ്റിറ്റി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ നമ്മോട് അസേർഷൻ തരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റീസണും തരുന്നുണ്ട്, കാരണങ്ങൾ. സൊസൈറ്റീസ് വേർ ദ നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ഗെയ്ഡ് മെറ്റീരിയൽ ചേഞ്ച് ടുവാർഡ്സ് പീസ് ആൻഡ് സോഷ്യൽ ഹാർമണി ആർ നോട്ട് ലൈക്ലി ടു സീ മോർ പ്രോഗ്രസ് ദാൻ അതേഴ്സ്. അഥവാ നോൺ മെറ്റീരിയൽ എന്താണ്, നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ് എന്ത് ചെയ്യുന്നു, അത് കൾച്ചറൽ ആസ്പെക്ട്സുമായി കൂടിച്ചേരുമ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീസ് ആൻഡ് സോഷ്യൽ ഹാർമണി, അതുപോലെ തന്നെ എന്താണ്, ഒരു സാമൂഹ്യമായിട്ടുള്ള ഐക്യവും അതുപോലെ തന്നെ പീസും ഉണ്ടാക്കിയെടുക്കാൻ മറ്റുള്ളവരുമായുള്ള ഇടപെടലിലൂടെ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഓർത്ത് വെക്കണം. ദെൻ അതിൻ്റെ റീസൺ പറയുന്നു, വെൻ നോൺ മെറ്റീരിയൽ കൾച്ചേഴ്സ് ഡസ് നോട്ട് അഡ്ജസ്റ്റ്. നോൺ മെറ്റീരിയൽ കൾച്ചേഴ്സ് എന്ത് ചെയ്യില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇറ്റ് സെൽഫ് റെഡിലി ടു ദ മെറ്റീരിയൽ ചേഞ്ചസ്. മെറ്റീരിയൽ ചേഞ്ചസ് പോലെ അത് എന്ത് ചെയ്യില്ല, അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇൻ ദ റിസൾട്ട് ഇൻ എ ലാഗ് ബിറ്റ്വീൻ ദ ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് കൾച്ചറൽ ലാഗ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ, ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഓപ്ഷൻ ഫോർ ട്രൂ ഓർ ഫാൾസ് എന്നാണ് 4 ഓപ്ഷനുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. ദെൻ സെക്കൻഡ് ബി is false but R is true. Then the third C, both A and R are true. Then the D, both A and R false. ഇതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ള ഭാഗം. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ നമ്മൾ ഓർത്ത് വെക്കണം. ഏതായിരിക്കും അതിൻ്റെ ആൻസർ? അപ്പോൾ 23-ൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും ഏതായിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ബി എന്നതാണ് അതിൻ്റെ ഉത്തരം. ബി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉത്തരം എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഇനി അടുത്തത് മൂന്നാമത്തെ 23-ൽ മൂന്നാമത്തെ ഒരു ഭാഗം ഓർത്ത് വെക്കുക. അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഏതാ? 23. Okay. Based on the following correct option, assertion, social stability is achieved by continuous conflict between thesis and antithesis, resolving into a synthesis of a wholly new social structure containing elements from both. എന്താണ് പറയുന്നത്? സോഷ്യൽ സ്റ്റെബിലിറ്റി, സാമൂഹിക സ്ഥിരത എന്ന് പറയുന്നത് അത് എങ്ങനെയെന്നു, അച്ചീവ്ഡ് ബൈ കണ്ടിന്യൂസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ തിസിസിസ് ആൻഡ് ആൻറ്റിസിസ്. തിസിസിസും അതുപോലെ തന്നെ ആൻറ്റിസിസിൻ്റെയും ഫലമായിട്ട് അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാവുന്നത്, സോഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, സിന്തസിസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നു, കോൺഫ്ലിക്റ്റ് തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് സീസ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി ആസ് ദ ഫണ്ടമെൻ്റൽ സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കോൺഫ്ലിക്റ്റ് തിയറി പറയുന്നത് എന്താണ്, സോഷ്യലിസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആൻഡ് അതോറിറ്റി, അഥവാ അധികാരവും ശക്തിയും എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്നത് അസമത്വത്തോടെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഉത്തരം? ഇതിൻ്റെ ഉത്തരം എ, ബി ആണ്. എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ എന്നതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ 4 ഓപ്ഷനുകളിൽ ബി ആണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് 23-ൽ നാലാമത്തെ ഏതാണ്? Based on the following identity correct option. അതിൽ പറയുന്നതാണ്, patterns of social change are likely rhythms of nature such as day and night which has predetermined life cycle.
സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അത് നേച്ചർ, പ്രകൃതിപരമായിട്ടുള്ള ഒരു റിഥം പോലെയാണ്. സച്ച് ആസ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും പോലെയാണ് എന്നാണ് പറയുന്നത്. അതിലുണ്ടാകുന്ന ചേഞ്ചസ്, അതിൻ്റെ പാറ്റേൺ വിച്ച് ആസ് പ്രീ ഡിറ്റർമിനൈറ്റ് ലൈഫ് സൈക്കിൾ, അഥവാ എന്താണ്, ഒരു ലൈഫ് സൈക്കിൾ പ്രീ ഡിറ്റർമിനേറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ചേഞ്ചസ് ഓൺ എ ക്ലോസർ ലുക്ക് ആർ ഫൗണ്ട് ടു ബി റിപ്പീറ്റിംഗ് സെറ്റ് ഔട്ട് ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഫോം എ സൈക്കിൾ പാറ്റേൺ. റാപ്പിഡ് ചേഞ്ച്, ദ്രുതഗതിയിലുള്ള മാറ്റം എന്ന് പറയുന്നത് ക്ലോസർ ലുക്ക് ആർ ഫൗണ്ട് ടു ബി എ റിപ്പീറ്റിംഗ് സെറ്റ് ഓൺ എ ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് ഫ്രം എ സൈക്കിൾ പാറ്റേൺ. ഒരു സൈക്കിൾ പാറ്റേൺ പോലെയല്ല എന്നാണ് പറയുന്നത്. റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മൂലമാണ്, അല്ലെങ്കിൽ അതുപോലെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇതിലേതായിരിക്കും ഉത്തരം? ബി ആണ് ഇവിടെ ഉത്തരം. എ ഈസ് ട്രൂ, അഥവാ ഒന്നാമത്തെ എ എന്ന് പറയുന്നത് അത് ശരിയാണ്, ബട്ട് ആർ ഈസ് ഫാൾസ്. രണ്ടാമത്തെ ആർ എന്ന് പറയുന്നത് ഫാൾസ് ആണ് എന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രൂ ആൻഡ് ഫാൾസ് എന്നിടത്ത് ഓർത്തു വെക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വരുന്ന എക്സാമിന് നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. നല്ല ഒരു വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ തൽക്കാലം ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഈ ഡിസ്കഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ ഓൾ സ്റ്റുഡൻസ്.